മലനാടിൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, മലനാട് ഫൈൻ ആർട്സ് ക്ലബ് കലാകാരന്മാരും കലാകാരികളും നിങ്ങൾക്കായി ഒരുക്കുന്ന ലഘുനാടകം ആരംഭിക്കുകയായി. താളം തെറ്റിയ രാഗം. ഇന്ന് കൃത്യം 5 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കൂടുന്ന വമ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നു. ഒരു കുടുംബത്തിന്റെ ഏകസന്തതിയും നാട്ടുകാരുടെ പ്രിയങ്കരിയും കോളേജിലെ താരവുമായിരുന്ന റീതാമോളുടെ ഘാതകരെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ ആക്ഷൻ കൗൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ നീതി ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീ PS കൃഷ്ണകുമാറും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ജോസഫും സമുദായിക നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. എന്നാ പറയാനാ, യവന്മാരെ കൊണ്ട് തോറ്റു. ഒരാൾ ചാകാൻ നോക്കിയിരിക്കുക, പ്രതിഷേധം കൂടാൻ. കേരള പോലീസിനെ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത കേസൊന്നുമില്ല. പക്ഷേങ്കിൽ എങ്ങനാ യവന്മാർക്ക് ക്രൈം ബ്രാഞ്ച് അല്ലെങ്കിൽ CBI വന്നാലേ തൃപ്തിയാവൂ. ഇനി അഥവാ നമ്മളൊരു തുമ്പ് കണ്ടെത്താൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താ ഉടനെ മേളിൽ നിന്നങ്ങ് വിളി വരും. പിന്നെ എങ്ങനാ കേസ് തെളിയിക്കുന്നത്? അല്ല, ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പേപ്പറുകളൊക്കെ റെഡിയല്ലേ? എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തി സാർ. ഒരു പയ്യൻ മാത്രം വന്നില്ല. സംഭവം നടന്ന ദിവസം വൈകിട്ട് അവൻ ബാംഗ്ലൂർക്ക് പോയെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. എന്തായാലും ഞാൻ ഒന്നുകൂടി വിശദമായി അന്വേഷിക്കാം സാർ. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തല്ലോ. ഇപ്പോൾ DYSP വരും. ഇന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും റെഡിയായിരിക്കണം. എല്ലാം റെഡിയാണ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ സാർ? ഒന്നും പറയാറായിട്ടില്ല മിസ്റ്റർ സ്റ്റീഫൻ. അല്പം കോംപ്ലിക്കേറ്റഡ് കേസാണ്. പിന്നെ ഫോറൻസിക് ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടാൻ കിടക്കുന്നു. ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ് സാർ. ഇങ്ങനൊരു ദുർവിധി അവൾക്ക്. ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. അവളെ വളർത്തിയത് തന്നെ അപ്പച്ചനാണെന്ന് പറയാം. അമ്മച്ചി മരിച്ചതിനു ശേഷം അപ്പച്ചൻ അവൾ മാത്രമായിരുന്നു എല്ലാം. ഒരു വല്യപ്പനും കൊച്ചുമകളും പോലെ അല്ലായിരുന്നു അവരുടെ ജീവിതം. ഞങ്ങളെക്കാൾ സ്വാതന്ത്ര്യവും അതുപോലെ ബഹുമാനവുമായിരുന്നു അവൾക്ക് അപ്പച്ചനോട്. അതിൽ പിന്നെ അപ്പച്ചൻ ആകെ മാറി. ഉറക്കമില്ല, ആഹാരം ശരിക്ക് കഴിക്കുന്നില്ല, ആകെപ്പാടെ എന്തൊക്കെയോ. അപ്പച്ചന് വല്ലതും സംഭവിക്കുമെന്നാണ് ഇപ്പൊ ഞങ്ങളുടെ പേടി. ഷുഗറും BP ഒക്കെ ഉള്ള ആളാണേ. മോളുടെ അടുത്ത കൂട്ടുകാരികൾ എന്തെങ്കിലും സൂചനകൾ തന്നിട്ടുണ്ടോ? എന്തെങ്കിലും? ഒന്നും അറിയില്ല സർ. അങ്ങനെ ഒരു സൂചന പോലും തന്നിട്ടില്ല. അവളെ ശല്യപ്പെടുത്തിയെന്ന് പറയുന്നവനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അവരൊക്കെ പറയുന്നത്.
ഇനി അഥവാ അറിയാമെങ്കിൽ തന്നെ പേടിച്ചിട്ട് അവർ പറയുവോ? കുട്ടികളല്ലേ. ശരി സ്റ്റീഫൻ, എനിക്ക് കുറച്ച് അർജന്റ് പണി കൂടി തീർക്കാനുണ്ട്. എത്രയും വേഗം തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകും. സമാധാനമായിരിക്കൂ. ഇനിയും വരേണ്ടി വരും. വിളിക്കാം. തീർച്ചയായും സർ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ സ്ത്രീയെ വിളിക്ക്. ശരി സാർ. ഭവാനിയമ്മ ഇങ്ങോട്ട് വന്നേ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആ CI സാറ് ഭയങ്കര ചൂടനാ. ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കണം. ചുമ്മാ കണാകുണാ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, അങ്ങേർക്ക് ദേഷ്യം വരും. അല്ലേലും നിങ്ങളുടെ നാക്കിന് ഇത്തിരി നീളക്കൂടുതലാ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഹോ, ഒന്ന് പോ സാറേ. ഞാനിത് എത്ര കണ്ടിരിക്കുന്നു. എൻ്റെ കെട്ടിയൻകാരനെ പല പ്രാവശ്യം ഈ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുള്ളതാ ഈ ഭവാനി. അപ്പം കെട്ടിയ പാക്കരണ്ട് ഇപ്പോഴും പഴയ പണി തന്നെയാണോ? കള്ളവാറ്റ്. ആനേ, അല്ലാതെ അങ്ങേർക്ക് വേറെ എന്നതാ സാറേ അറിയാവുന്നത്? ദേ, സാറ് വരുന്നു, മാറിയില്ലേ? എന്താ നിങ്ങളുടെ പേര്? ഭവാനി. എത്ര കാലമായി ഇവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത്? എൻ്റെ സാറേ, ഈ കൊച്ച് ഈ മുഴുപ്പുള്ളപ്പം മുതൽ ഞാൻ ആ വീട്ടിൽ പണി ചെയ്യുന്നതാ. അറിയാവോ സാറേ, ആ സംഭവം നടന്ന അന്ന് മുതൽ ഈ ഭവാനി പച്ച വെള്ളം കുടിച്ചിട്ടില്ല. അത് ചെയ്തത് ആരാണേലും അവന്റെ തലയിൽ ഇടിത്തി വീഴും. ഏയ് നിർത്ത്. ഇവിടെ നാടകം കളിയൊന്നും വേണ്ട കേട്ടോ. നിർത്തി സാറേ. കെട്ടിയോന് എന്താ പണി? ഓ, പണിന്ന് പറയാൻ ഒന്നുമില്ല സാറേ. അത് ശരി. പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? ആ, അതൊരു കഥയാ സാറേ. സമ്പാദിക്കാൻ ഈ ഞാനുണ്ടല്ലോ, കുടിയനാ സാറേ. സാറേ, എനിക്കറിയാം ഈ കക്ഷിയെ. മൂക്കറ്റം കുടിയാ. അയ്യോ, മൂക്കറ്റോ? മൂക്കിന്റെ അറ്റം കഴിഞ്ഞ് ദേ ഇത്രയും കൂടെ കുടിക്കും. എത്ര കാലമായിട്ട്? ഓ, കെട്ടി അന്ന് മുതൽ ഞാൻ കാണുന്നതല്ലേ. പിള്ളേര്? 5 പേരുണ്ട് സാറേ. ഓഹോ, അത് ശരി. അതിന് കുറവൊന്നുമില്ല. അയ്യോ, ഈ സാറിന്റെ ഒരു കാര്യം. അതേ, കുടിക്കാത്ത പതിയാൻ എന്നോട് വലിയ സ്നേഹമാ സാറേ. ആ, എപ്പോഴാ കുടിക്കാത്തത്? എന്നും തന്നെ കുടിക്കും സാറേ. മടുത്ത് ഞാൻ ഒരിക്കൽ ഇറങ്ങിപ്പോയതുവാ. ഓ, പിന്നെന്തിനാ തിരിച്ചിങ്ങ് പോന്നേ? അതൊരു കഥയാ സാറേ. കെട്ടി അന്ന് മുതലേ ഈ വാറ്റുചാരായത്തിന്റെ മണം അടിച്ചടിച്ച് അതില്ലെങ്കിലേ എനിക്ക് പുറക്കം വരികയില്ല. ശീലമായി പോയി സാറേ. നല്ല ഭാര്യയും ഭർത്താവും. പിന്നെ ഇല്ലേ സാറേ, ഒരിക്കൽ എല്ലാരും കൂടെ കുടി നിർത്താനായിട്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയതാ. അത് വേറൊരു കഥയാ സാറേ. ദേ, നിങ്ങളെന്താ ഇവിടെ നോവൽ എഴുതാൻ വന്നതാണോ? ഒരു കഥ പറച്ചല്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. എങ്കിൽ പറയാം, ആരാ അവളെ കൊന്നത്? നിങ്ങൾക്കറിയാം. കാരണം മരണം നടന്നു കഴിഞ്ഞ് ബോഡി ആദ്യം കണ്ടത് നിങ്ങളാ. സത്യം പറഞ്ഞോളാം. അയ്യോ എന്റെ സാറേ, ഞാൻ ഉള്ളത് പറയാവേ. രാവിലെ ഞാൻ ചെല്ലുമ്പോ സാധാരണ സാറ് പത്രം വായിച്ചിരിക്കുക പതിവ്. അന്ന് സാറിനെ അവിടെ കണ്ടില്ല. ഞാൻ കൊറേ വിളിച്ചേച്ച് മുറി തൂക്കാൻ കയറി ചെല്ലുമ്പോഴാ മോള്. അപ്പൊ സമയം എത്രയായി കാണും? 9 മണി. നിങ്ങൾ വാച്ച് കെട്ടാറുണ്ടോ? ഇല്ല സാറേ, ജീവിതത്തിൽ ഞാൻ വാച്ച് കെട്ടിയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് സമയം അറിയുന്നത്? ഞാൻ അവരുടെ വീടിന്റെ വാതിക്ക ചെന്നപ്പോഴാ സ്കൂളിലെ ബെല്ലടിച്ചത്. അപ്പോഴാ സാറേ 9 മണിക്കത്തെ മോർണിംഗ് സ്റ്റാർ ബസ്സും പോയത്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തു ചെയ്തു? എന്റെ സാറേ, എന്നതാ ചെയ്യേണ്ടെന്ന് എനിക്കൊരു ബോധവും ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് ഓടി. തൊട്ടടുത്ത് താമസിക്കുന്ന ജോണിക്കുട്ടിയെ കാറി കൂകി വിളിച്ചു. അയാൾ ഉണ്ടായിരുന്നോ അവിടെ? പിന്നെ അങ്ങേര് ഓടി വന്നു. പുറകെ വേറെ കുറെ പേരൊക്കെ വന്നു. മാത്യു സാർ കുറെ കഴിഞ്ഞപ്പോഴാ സാറേ വന്നത്. സർ, DYSP സാർ വന്നു. ശരി, നിങ്ങളെ പിന്നെ വിളിക്കും കേട്ടോ. ഇപ്പൊ വെളിയിലിരിക്കെ, ഒരിടത്തും പോയേക്കരുത്. ശരി സാറേ.
ശങ്കർദാസ്, സംഗതി ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, വളരെ സീരിയസ് ആണ്. ദാ ഇപ്പോൾ എന്നെ ഹോം മിനിസ്റ്റർ വിളിച്ചായിരുന്നു. കൊച്ചിന്റെ അപ്പൻ പാർട്ടിയുടെ വളരെ അടുത്ത ആളാ, അറിയാവല്ലോ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെയും പ്രഷർ നല്ലവണ്ണം ഉണ്ടാവും. അറിയാം സർ. എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണിത്. ഡോഗ് സ്ക്വാഡിനെ വരുത്തണമെന്ന് ഓർഡർ വന്നിട്ടുണ്ട്. സർ, ഒക്കെ എനിക്കറിയാം. എനിക്കൊരു 3 ദിവസം തരൂ. ഇത് കണ്ടുപിടിക്കാമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് സർ. കേസിന്റെ വഴിതിരിക്കാനുള്ള പല അടവുകളും പ്രതീക്ഷിക്കാം. നമ്മുടെ കൈവിട്ടു പോയാൽ പിന്നെ ക്രൈംബ്രാഞ്ച്, CBI ഒക്കെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കാണ് ക്ഷീണം. അറിയാവല്ലോ, പ്രൊമോഷൻ ലിസ്റ്റിലാണ് ഇങ്ങേര്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പാര വെക്കാൻ പലരും കാണും. പിന്നെ മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും? വല്ല റേപ്പ് അറ്റംപ്റ്റ്, മോഷണ ശ്രമമോ മറ്റോ? ഈ സിറ്റുവേഷനിൽ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല സർ. ആത്മഹത്യ അല്ല, മർഡർ ചാൻസ് തള്ളിക്കളയാൻ പറ്റുകയുമില്ല. കാരണം മുറിയിൽ പിടിവലി നടന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഏതായാലും സംഭവം നടക്കുമ്പോൾ അവിടെ മറ്റാരോ ഉണ്ടായിരുന്നു എന്നത് കൺഫേം ആയിട്ടുണ്ട്. മിസ്റ്റർ പിള്ള, നിങ്ങൾ ഇവിടുത്തെ പഴയ ആളല്ലേ? സ്ഥലപരിചയം കൂടുതൽ കാണുമല്ലോ. ഉണ്ട് സർ. ഉടനെ തന്നെ ഈ കേസിനൊരു തീരുമാനം ഉണ്ടാകും സർ. വെരി ഗുഡ്. ശങ്കർദാസ്, എന്നോട് ഇവിടെ ക്യാമ്പ് ചെയ്ത് നേരിട്ട് തന്നെ അന്വേഷണം നടത്തണമെന്നാണ് മുകളിൽ നിന്ന് ഉത്തരവ്. ബട്ട് ഐ എം ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ യു ബിക്കോസ് ഐ നോ യു. സാറിന് ഞങ്ങളെ ധൈര്യമായി വിശ്വസിക്കാം. ഐ അഷ്യൂർ യു സർ. എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണം തന്നെ വേണം. അറിയാം സർ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് എന്റെ പ്രത്യേക താല്പര്യത്തിൽ അന്വേഷിക്കുന്ന ഒരു കേസ് തന്നെയാണ് സാർ. പോരെങ്കിൽ കുട്ടിയുടെ വല്യപ്പൻ സാറിന്റെ പ്രൊഫസർ ആയിരുന്നുവല്ലോ. അതെ, എനിക്ക് ഒത്തിരി കടപ്പാടുള്ള ആളാണ്. ശരി, ഞാൻ ഇറങ്ങട്ടെ. 10:30 കലക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പിള്ളച്ച, ആ പയ്യനെ വിളിക്ക്. ഇപ്പം വിളിക്കാം സർ. അക്ഷയ് കുമാർ അല്ലേ? നല്ല ഫിലിം സ്റ്റാറിന്റെ പേരാണല്ലോ. പറയടാ, എത്ര നാളായി ഈ കുട്ടിയുമായി ലോഹ്യമായിട്ട്? ഇല്ല സാറേ, അങ്ങനെ ഒന്നുമല്ല. എങ്ങനെയൊന്നുമല്ല? ഞങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടുകാരാ. അവളുടെ വീട്ടുകാരും എന്റെ വീട്ടുകാരും ഒരു കുടുംബം പോലെയാ സാറേ കഴിയുന്നത്. ഓ, അപ്പൊ ബാല്യകാല സുഹൃത്തുക്കളാണ് അല്ലേ? 1 മാസമായിട്ട് അവൾക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് നിന്റെ ഫോണിൽ നിന്നാണ്. അറിയാമോ? എന്താ ഇത്ര സുപ്രധാന വർത്താനം? സാറേ, ഞങ്ങൾ മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലും മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സാറേ സംസാരിക്കുന്നത്. ഓ, ആള് ചെറിയ യേശുദാസ് ആണല്ലേ? ഇനിയിപ്പൊ തമാശയൊക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. റീത്ത മരിച്ച ദിവസം നീ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു അല്ലേ? നീ എന്തിനാണ് അവളെ കൊന്നത്? സാറേ, അങ്ങനെ ഒരിക്കലും പറയരുത് സാറേ. ഞാൻ എന്തിനാ അവളെ കൊല്ലണം? ഞാൻ അവരുടെ വീട്ടിനടുത്ത് വരെ പോയിരുന്നു സാർ. അപ്പോ വഴി വെച്ച് മാത്യു സാറിനെ കണ്ടിരുന്നു. റീത്ത ഉറങ്ങുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ എത്ര മണിയായി? 9 മണിയാകാറായിരുന്നു. 9:15 അമ്പലത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് പിന്നെ വരാം എന്ന് അപ്പച്ചനോട് പറഞ്ഞിട്ട് ഞാൻ പോന്നു. തലേ ദിവസം രാത്രിയിലും അവൾ നിന്നെ വിളിച്ചിരുന്നില്ലേ? അതെ സാർ, വിളിച്ചിരുന്നു. എന്തിന്? രാവിലെ അർജന്റായിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചിരുന്നു സാർ. ഇപ്പൊ തൽക്കാലം നീ പോയിക്കോ. നിന്നെ ഞാൻ വിളിക്കും. എപ്പ വിളിച്ചാലും ഇവിടെ വന്നിരിക്കണം, കേട്ടോ? ശരി സാർ, വരാം. നമസ്കാരം സർക്കിൾ സാർ. നമസ്കാരം. അതെ, നിങ്ങൾ ലോക്കൽ പോലീസിന് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ മുകളിൽ വേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന്. അതെങ്ങനെയാ? ഇങ്ങേരെ അതിന് സമ്മതിക്കണ്ടേ? അതിനിപ്പോ എന്തുണ്ടായി എന്റെ ജോസഫ് സാറേ? ഒരു കൊലപാതകം നടന്നിട്ട് 2-3 ദിവസമായിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് സാറാണോ തീരുമാനിക്കുന്നത്? ശങ്കർ സാർ ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല. മിസ്റ്റർ പിള്ളച്ചൻ എന്നെ നല്ലപോലെ അറിയാമല്ലോ. പിന്നെ
സാറിനെ എനിക്ക് നല്ല പോലെ അറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ വലിയ കാര്യമായിരിക്കല. എന്റെ പഞ്ചായത്തില് അത് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാ. ഒരു വലിയ കുടുംബത്തിലെ ചെറുപ്പക്കാരി പെൺകുട്ടിയെ കൊന്ന കേസിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അനാസ്ഥയുണ്ടല്ലോ, ശരിയല്ല. സാറേ, ഇവിടെ ചെറിയ കുടുംബം വലിയ കുടുംബം ഒന്നുമില്ല. ഒരു ക്രൈം നടന്നാൽ ഞങ്ങളുടെ നിലപാട് എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. അത് കൊള്ളാം. അനൗൺസ്മെന്റ് കേട്ടല്ലോ. വൈകിട്ട് വമ്പിച്ച പ്രതിഷേധ യോഗം നടത്തുക. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനിയിപ്പം നിങ്ങളുടെ കാര്യം. ആ, അത് ഞാൻ നോക്കിക്കോളാം. കൊന്നത് ആരാണെന്ന് ഇവിടത്തെ ഈച്ചയ്ക്ക് പോലും അറിയാം. ആ റൗഡിച്ചെറുക്കനുണ്ടല്ലോ, അവനെക്കുറിച്ച് ഞാൻ സകല വിവരങ്ങളും അന്വേഷിച്ചു. 100% അവൻ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. സാറേ, ഇവിടെ ഇന്ററോഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. പ്ലീസ്, നമുക്ക് പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. ഓ, വിശദമായിട്ടൊന്നും സംസാരിക്കുകയൊന്നും വേണ്ട. ഞാൻ പോയേക്കാം. പറയാനുള്ളത് പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി. അങ്ങേര് ആളൊരു കോടാലിയാ, അറിയാവല്ലോ. ചുമ്മാ കയറി നമുക്കിട്ട് പണി തരും. ഇയാളുടെ പണി ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓരോ എടാകൂടങ്ങള്, ചുമ്മാ സമയവും മൂടും കളയാൻ. ആ പെൺകുട്ടിയെ വിളിക്കൂ. ശരി സാർ. എന്താ മോളുടെ പേര്? അന്ന മരിയ. റീത്തയുമായി എത്ര കാലത്തെ പരിചയമുണ്ട്? ഞങ്ങൾ 1st മുതൽ 12th വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് ഞങ്ങൾ രണ്ടും 2 കോളേജിലാണ് ചേർന്നത്. അവൾ ഹോസ്റ്റലിലുമായി. എന്നാലും ഞങ്ങൾ മിക്കപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. എന്നാണ് അന്ന അവളെ അവസാനമായി കണ്ടത്? കഴിഞ്ഞ മാസം 10-ാം തീയതി ഞങ്ങൾക്കൊരു സ്കൂൾ റീയൂണിയൻ ഉണ്ടായിരുന്നു സർ. അന്ന് അവളെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. സംസാരിച്ചോ? കുറച്ചു സമയം സംസാരിച്ചു. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചോ? വിളിച്ചു. വീട്ടിൽ വരുമ്പോൾ കുറെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞില്ല. പക്ഷേ അവൾക്കൊത്തിരി ടെൻഷൻ ഉള്ളത് പോലെ തോന്നി. പിന്നീട് വിളിച്ചില്ലേ? ഇല്ല. ഞാൻ 2-3 തവണ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തില്ല. അവൾക്ക് ബോയ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? അറിയില്ല സർ. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ശരി, ഇപ്പൊ പോയിക്കോളൂ. എപ്പോ വിളിച്ചാലും വരണം. ശരി സർ. ഇരിക്കൂ സർ. എന്തെങ്കിലും വിവരം? കാര്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ല. അവളില്ലാത്ത വീട് എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. അവള് പലപ്പോഴും പറയുമായിരുന്നു, അവള് മരിച്ചു കഴിഞ്ഞേ അപ്പച്ചൻ മരിക്കാവൂന്ന്. എനിക്കൊരു മനസ്സമാധാനവുമില്ല. ഒരു ദുരന്തം നടന്നു. ഇനി അതിന്റെ പിറകെ ഈ അന്വേഷണം, കോടതി, കേസ്. എത്രയും പെട്ടെന്ന് കേസ് ക്ലോസ് ആക്കാനല്ലേ ഞങ്ങളെല്ലാം ശ്രമിക്കുന്നത്. റീത്ത മോള് ഒരു 3 മാസം മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് വന്നിരുന്നു അല്ലേ? അന്ന് അവൾ എങ്ങനെയായിരുന്നു? എത്ര ദിവസം താമസിച്ചു? ആക്ച്വലി അവള് 2 ദിവസത്തേക്കാണ് വന്നത്. പക്ഷെ അവൾ അന്ന് തന്നെ തിരിച്ചു പോയി. അതെന്താ? അവളുടെ പപ്പയും അമ്മയുമായിട്ട് എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കം. അവൾ അങ്ങനെയാ, ചെറിയ കാര്യത്തിന് പിണങ്ങും. വളരെ സെൻസിറ്റീവാണ്. അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? MS ബാബുരാജിന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം ഈണം നൽകിയ ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി ഇന്നത്തെ ഗാനധാരയിലൂടെ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നു. സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി.
ഗുഡ് മോർണിംഗ് സർ. ഓ, വെരി ഗുഡ് മോർണിംഗ് DYSP സാർ. ഇരിക്കേ. കുറെ ദിവസമായി സാറിനെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. നടക്കണ്ടേ? നമ്മുടെ ഉദ്യോഗം ഇതായി പോയില്ലേ സാറേ? എങ്കിൽ പിന്നെ ആ പഴയ ഗുണ്ടായുസമായി നടന്നാ മതിയായിരുന്നല്ലോ. എന്തിനാ പോലീസിൽ ചേർന്നത്? പിന്നെ സാറേ, സുഖമല്ലേ? ഓ, പരമസുഖം. റീത്തമോളെ ഹോസ്റ്റലിൽ ആക്കി അല്ലേ? ആ, അതെ. അതാവുമ്പോ പഠിക്കാൻ സമയം കിട്ടുമല്ലോ. എന്തായാലും മോളുടെ പാട്ട് അപാരം തന്നെ. വല്യപ്പന്റെ കഴിവ് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും പ്രൊമോഷൻ കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. യു റിയലി ഡിസേർവ് ഇറ്റ്. താങ്ക് യു സർ. എല്ലാം സാറിന്റെ നല്ല ഉപദേശങ്ങളും അനുഗ്രഹവും. ഇന്ന് ഈ യൂണിഫോം എന്റെ ദേഹത്ത് ഇട്ടിരിക്കുന്നത് തന്നെ സാറ് കാരണമാ. ബുദ്ധിമുട്ടാ സാറേ. ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് തോറ്റു. ഒരു ഈച്ച പിടിച്ചാ പോലും ഇവര് വന്നിടപെടും. അത് പിന്നെ ശരിയാ. ആ പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനും കൂടിയാ. ഈ 24-ാം തീയതി നമ്മുടെ കോളേജ് റീയൂണിയൻ ഉണ്ട്. അപ്പോ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് സാറ് ചീഫ് ഗസ്റ്റ് ആയിരിക്കണമെന്നാ. അതിന് ഒഫീഷ്യലായി ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ സന്തോഷം. കൂട്ടത്തിൽ ഒരു ഗസ്റ്റിനെ കൂടി കൊണ്ടുവരണം. സാറിന്റെ കൊച്ചുമോളെ. അവളുടെ ഒരു പാട്ടും കൂടി വേണം. ഓ, അതിനെന്താ, നല്ല കാര്യം. അവൾക്കന്ന് വരാൻ പറ്റുമോ എന്നറിയില്ല. ആ, ചോദിക്കട്ടെ. അത് മതി സർ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഇരിക്ക. ഒരു കാപ്പി. ഭവാനി, ഭവാനി. അയ്യോ സർ, വേണ്ട. 10:30 ഒരു മീറ്റിംഗ് ഉണ്ട്. പോകുന്ന വഴിക്ക് കയറിയതാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ശരി സർ, കാണാം. എങ്കിൽ ശരി. സാർ എന്നെ വിളിച്ചായിരുന്നോ? പിന്നെ വിളിച്ചില്ലേ? വിളിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാ വരുന്നത്. എന്റെ സാറേ, സാറിനത് പറയാ. ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞാലേ പത്രം വായിക്കുന്ന പോലെ അല്ല. ആഹാ, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ അടുക്കള സാധനങ്ങൾ വലിച്ചോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. സാറേ, ഞാൻ തേങ്ങ പൊട്ടിക്കുവായിരുന്നേ. ആ, മതി മതി. ഇന്ന് എന്നതാ ഉച്ചയ്ക്ക് കഴിക്കാൻ? ചോറും മീൻകറിയും തോരനും ഒക്കെ വെക്ക. ആ, അത് വേണ്ട. ഇടിയപ്പോ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കിയാ മതി. അതെന്താ സാറേ ഇന്നൊരു സ്പെഷ്യൽ? ആ, ഇന്ന് മോള് വരുന്നുണ്ട്. അയ്യോ, റീത്ത മോളോ? എന്റെ ഭഗവതി, ഹോ, കൊച്ചിനെ ഒന്ന് കാണാൻ നോക്കിയിരിക്കുവായിരുന്നു. ആ, ചെല്ല് ചെല്ല്. അയ്യോ, എന്റെ ഭഗവതി, അടുപ്പേ പാല്. എന്തൊരു വീടാ! ഇവിടെ മനുഷ്യവാസം ഉണ്ടോ? അതെങ്ങനാ? ഒരപ്പനോടത് ലോകം മുഴുവനും മേടിക്കാൻ രാവിലെ പെട്ടിയും തൂക്കി ഇറങ്ങും. പിന്നെ ഒരമ്മയുള്ളതോ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങും. പേരിന് നോക്കുകുത്തി പോലെ ഒരു വല്യപ്പനും. രാവിലെ പത്രം വായന തുടങ്ങിയ പാതിരാത്രി വരെ അത് കടിച്ച് ചവച്ച് തിന്നോണ്ടിരിക്കും. അല്ല, IAS പരീക്ഷ എഴുതാൻ പോകുന്ന പോലെയല്ലേ വായന? നിനക്ക് ഹുങ്കിച്ചിരി കൂടിപ്പോകുന്നുണ്ട് കേട്ടോ. മിണ്ടാതിരുന്നത് കൊണ്ടേ പേടിച്ചിരിക്കുവാന്ന് കരുതിയോ? നീ പഠിക്കാനായിട്ട് ഇപ്പൊ കോളേജിൽ കയറിയതല്ലേ ഉള്ളൂ. അവിടുത്തെ പ്രൊഫസറൊന്നും ആയിട്ടില്ലല്ലോ. ഒന്ന് തന്നാലുണ്ടല്ലോ. താന്നേ അപ്പോൾ അറിയാം റിട്ടയർഡ് പ്രൊഫസർ മാത്യു ജോസഫിന്റെ കൊച്ചുമോളുടെ തനി നിറം. ആഹാ, അത്രക്കായോ നീ? എങ്കിലും അതൊന്ന് കാണണമല്ലോ. ശരിക്കും നിനക്കൊട്ടൊന്ന് തരേണ്ടതാ. ഞാൻ എത്ര തവണ വിളിച്ചടി നിന്നെ. ഫോണൊന്ന് എടുക്കണമല്ലോ. നിനക്കെന്താ ഇത്ര തിരക്ക്? ഓ, നേരാണല്ലോ, 11 മിസ് കോൾസ്. ഞാനേ അപ്പച്ചനൊന്ന് ചുണ്ടി പിടിപ്പിക്കാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാ. ഇവിടെ വരുമ്പോ വഴക്കടിക്കാൻ ഒരു കാരണം വേണ്ടേ? പൊക്കോണം എന്റെ മുമ്പിന്ന്. പിന്നെ പറഞ്ഞ എന്റെ പൊന്നു മോളെ, എന്തൊക്കെയുണ്ട് കോളേജിൽ വിശേഷങ്ങൾ? നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ഫുഡ് എങ്ങനെയുണ്ട്? അതല്ലേ നമുക്ക് പ്രധാനം. ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പച്ച.
നല്ലതുകൊണ്ട് ഉഴപ്പികളും ഉണ്ട്. എല്ലാം പൂത്ത കാശുകാരുടെ മക്കളല്ലേ. പഠിക്കാനും അടിച്ചു പൊളിക്കാനും ടൈം പാസിനും ഒക്കെ വരുന്നവരും ഉണ്ട്. ഫുഡ് നല്ലതാ അപ്പച്ച. എന്റെ മോളെ സൂക്ഷിക്കണം. നല്ല പിള്ളേരോട് മാത്രമേ കൂട്ടുകൂടാവൂ. ആ, കൂട്ടുകാരുടെ പേരൻസ് ഒക്കെ വരാറുണ്ടോ കോളേജിൽ? ഉണ്ടോന്നോ? മിക്കവരും ആഴ്ച തോറും വരും. ചിലവരുടെ പേരൻസ് ഒക്കെ വെളിയിലാ. അവരൊക്കെ എന്നും വിളിക്കും. അപ്പച്ച, എനിക്ക് സങ്കടം വരും. പപ്പ പിന്നെ എപ്പോഴും ടൂറും തിരക്കുവാന്ന് വെക്കാം. മമ്മിക്ക് എന്നും എന്നെ ഒന്ന് വിളിച്ചാൽ എന്താ? 3-4 ദിവസം കൂടുമ്പോ ഒന്ന് വിളിക്കും. അതും പഠിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിച്ചോ, അസുഖമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ കുറെ ഫോർമാലിറ്റി ക്വസ്റ്റ്യൻസ്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാൻ അവരുടെ പേരൻസ് വരുന്നത് കാണുമ്പോ എനിക്ക് കൊതിയാവും. ഈ അപ്പച്ചനെ വിളിക്കുമ്പോ മാത്രമാ എനിക്കൊരു ത്രില്ല്. എന്റെ പൊന്നു മോളെ, നീ ക്ഷീണിച്ചു പോയടി. ഓ, തുടങ്ങി അപ്പച്ചന്റെ കംപ്ലൈന്റ്സ്. ഞാൻ ഒട്ടും ക്ഷീണിച്ചിട്ടില്ല. അപ്പച്ചന് വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ വേണ്ടേ? മൊയ്തീന്റെ ചായക്കടയില് പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കഴിക്കണ്ടേ? പിന്നെ വേണ്ടേ? വൈകിട്ട് ഗാലക്സി പോയി മൂവി കാണണ്ടേ? പിന്നെ വേണ്ടേ എന്റെ റീത്തക്കുട്ടി? ഓ അപ്പച്ച, പിന്നെ നമുക്കൊരു പാട്ട് സെഷൻ വേണ്ടേ വൈകിട്ട്? പിന്നെ അതില്ലാത്ത പരിപാടിയുണ്ടോ? ആ, ഇന്ന് ബാബുരാജ് മാഷിന്റെ ഓർമ്മ ദിനമാണ്. ഓ, ബാബുക്ക, he is one of my favorite music directors. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. This is one of his masterpieces. I love this song. മോളെ, നിന്റെ പാട്ടുപടുത്തം നടക്കുന്നുണ്ടല്ലോ, ഉഴപ്പരുത് കേട്ടോ. ഞാനോ? പാട്ട് നിർത്താനോ? അത് നിർത്തണമെങ്കിൽ ഞാൻ ചാകണം. അക്ഷയ് എന്നെ എന്നും വിളിച്ച് മ്യൂസിക് ക്ലാസിന്റെ കാര്യമൊക്കെ ചോദിക്കും. ഇത്തവണ കോമ്പറ്റീഷനുള്ള പാട്ട് അവൻ സെലക്ട് ചെയ്തതാ. മമ്മി വിളിക്കുമ്പോഴൊക്കെ പാട്ടും കൂത്തും ഒന്നും വേണ്ട, ഇനി പഠിത്തം മാത്രം മതി എന്ന് പറഞ്ഞ് ഉപദേശിക്കും. എനിക്ക് പാട്ട് വിട്ടൊരു ജീവിതമേ ഇല്ല പച്ച. അതൊക്കെ നിന്റെ മമ്മിയുടെ വെറും തോന്നല. നമുക്ക് കിട്ടിയിട്ടുള്ള കഴിവ് അത് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റു കഴിവുകളും കെട്ടുപോകും. എന്നാലേ എന്റെ പൊന്നുമോള് പോയി കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് പെട്ടെന്ന് വാ. അയ്യോ, ഞാൻ മറന്നു. പിന്നെ ഒരു കാര്യം, കൊതി മൂത്തി എല്ലാം കൂടി വലിച്ചു വാരി തിന്നരുത്. കഴിച്ചിട്ട് കവറ് ദൂരെ എറിഞ്ഞേക്കണം. കഴിഞ്ഞ തവണ കവറ് കണ്ടിട്ട് മമ്മി എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഷുഗർ ഉള്ള ആളാണേ. ഓ, ഇതൊക്കെ തിന്നാതിരുന്നാൽ കുറെ ചാകാതിരിക്കും. എടി കൊച്ചേ, ഇങ്ങനെ മസിൽ പിടിച്ച് നരകിച്ച് ജീവിക്കുന്നതിലും ഭേദം ഇഷ്ടം പോലെ ജീവിച്ച് പെട്ടെന്നങ്ങ് ചാകുന്നതാ. ബ്യൂട്ടിഫുൾ ഫിലോസഫി. അങ്ങനെ പെട്ടെന്ന് ചാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചത്തതിന് ശേഷം അപ്പച്ചൻ മരിച്ചാ മതി കേട്ടോ. അപ്പം ഒരു 200 കൊല്ലം ജീവിക്കണമെന്ന് സാരം. ആ, നീ ചെല്ല. അയ്യോ എന്റെ പൊന്നും കുടവേ, ഹോ, എനിക്ക് വയ്യ. എന്റെ കൊച്ചു പോയ പിന്നെ ഈ വീട് ഉറങ്ങിപ്പോയി. ഓ ഭവാനിയമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഭാസ്കരേട്ടൻ എന്ന് പറയുന്നു. ഹോ, കളഞ്ഞു. കൊച്ചിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ?
അതിയാന്റെ കാര്യം ഓർക്കാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതേ നിങ്ങൾ ആ കൊച്ചിന്റെ ഉടുപ്പ് മുഴുവൻ വൃത്തികേടാക്കും എന്ന് പറഞ്ഞ സാറേ, കൊച്ചിന്റെ ഒച്ച കേട്ടപ്പോ എനിക്ക് അവിടെ ഇരിക്കപ്പുറതിയില്ലായിരുന്നു. ആ മതി മതി. വീട്ടില് സാറുകളിയാ മോളെ. അയ്യോ, ഇടിയപ്പം വെന്ത് കാണും. പാവം. പാവം. വാ തുറന്ന പിന്നെ ഹിപ്പോപ്പൊട്ടാമസ അടയ്ക്കാൻ അറിയത്തില്ല. പിന്നെ അപ്പച്ച, ഞാൻ പോയിന്ന് കുളിച്ച് റെഡിയായി. ഭവാനി അമ്മയുടെ സ്പെഷ്യൽ എന്താണെന്നൊന്ന് നോക്കട്ടെ. പാവം കൊച്ച്, ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെ. ഇത് റീത്തയുടെ ചെരുപ്പാണല്ലോ. അവള് വന്നോ അപ്പച്ച? ആ വന്നു. എപ്പോഴാ വന്നത്? അവളിപ്പോ വന്നതേ ഉള്ളൂ, കുളിക്കുക. അവൾക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? അവളുടെ വീട്ടിലോട്ട് വരുന്നതിന് എന്തിനാണ് വിളിച്ചു പറയുന്നത്? വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഡ്രൈവറെ വിടില്ലായിരുന്നോ? കണ്ട ബസ്സിൽ വലിഞ്ഞു കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ? ആരെ കൊണ്ടുവരാൻ? അവള് പോയിട്ട് മാസം 3 ഇതിനോടിടയ്ക്ക് നിങ്ങൾ എത്ര തവണ അവളെ കാണാൻ പോയി? ഒന്നും വേണ്ട, എത്ര തവണ ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ട്. ദിവസവും 2 തവണയെങ്കിലും അവൾ എന്നെ വിളിക്കും, അറിയാവോ? അപ്പച്ച, എന്നും ഇങ്ങനെ വിളിക്കാനും പോയി കെട്ടിപ്പിടിക്കാനും അവളൊരു കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. മനസ്സ് വെച്ചാല് എല്ലാത്തിനും സമയവും സൗകര്യവും ഒക്കെ ഉണ്ടാകും. പിള്ളേർക്ക് ആദ്യം വേണ്ടത് അവരവരുടെ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലുമാണ്, അല്ലാതെ വല്യപ്പന്മാരുടെയും വേലക്കാരുടെയും അല്ല. ഓ, ഇതിപ്പം അപ്പച്ചന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഇവിടെ എന്തോ മഹാസംഭവം നടന്നെന്ന്. അവൾ പ്രായവും പക്വതയും വന്ന പെണ്ണാ. അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല പോലെ മനസ്സിലാക്കാൻ കഴിയും. അവൾ വളർന്നു വരുന്ന പ്രായമാ. ഇപ്പോഴാണ് അവൾക്ക് മാതാപിതാക്കളുടെ സാമീപ്യം കൂടുതൽ വേണ്ടത്. അവൾ നല്ല വിവേകവും അറിവുള്ള കുട്ടിയാ, ശരി തന്നെ. പക്ഷേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കടമകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവളെ ഹോസ്റ്റലിൽ വിടാൻ തന്നെ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പച്ചൻ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ എന്താണ് അവൾക്കൊരു കുറവ്? നല്ല മുന്തിയ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്തില്ലേ? ഏറ്റവും വലിയ പണക്കാരുടെ പിള്ളേര് പഠിക്കുന്ന കോളേജ്, നല്ല ഹോസ്റ്റലും കാര്യങ്ങളും, ചോദിക്കുന്നത് എന്തും കൊടുക്കുന്നില്ലേ? പിന്നെ എന്ത് വേണം? എല്ലാം ആയി അല്ലേ മോളെ? പണം കൊടുത്താൽ പലതും കിട്ടും. പക്ഷേ എത്ര പണം കൊടുത്താലും മേടിക്കാൻ പറ്റാത്ത പലതുമുണ്ട്. അവയുടെ വില എല്ലാവർക്കും അറിയണമെന്നില്ല. ഇവിടെ അവൾക്ക് എന്താണ് കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ. അയ്യോ, നാളെയോ? ഒട്ടും പറ്റില്ല കേട്ടോ. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് എനിക്ക് ബോംബെക്ക് പോകാനുള്ളതാ. പിന്നെ 2 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റൂ. അത് കഴിഞ്ഞ് കാണാം. ഓക്കെ. അവൾ എപ്പോഴാ വന്നത്? കുറെ നേരായി. എന്താ അപ്പച്ച ഒരു വാഗ്വാദം? ഞാൻ വെളിയിൽ നിന്ന് കേട്ടു. എവിടെ? ആർക്ക്? എനിക്കൊരു പരാതിയും ഇല്ലേ? അപ്പച്ചൻ പറയുന്നത് നമ്മൾ റീത്തെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്ന്. ആനി, നീ എഴുതാപ്പുറം വായിക്കരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താ അപ്പച്ചൻ പറഞ്ഞത്? ഒരു മകൾ എന്ന നിലയ്ക്ക് അവളോടുള്ള ചില കടമകളും കാര്യങ്ങളും ചെയ്യുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ കൂടുതൽ എന്ത് കടമകളാണ് അപ്പച്ച? ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആദ്യം വിദ്യാഭ്യാസം, പിന്നെ അതിനോട് ചേർന്നുള്ള കാര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, കുറച്ച് ലക്ഷറി, ഫൺ, ഇതൊക്കെയല്ലേ അവർക്ക് ആവശ്യം. പിന്നെ ധാരാളം. എടാ, നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടിട്ടുള്ളൂ, വളർത്തിയിട്ടുള്ളൂ. 40 വർഷം പിള്ളേരോടൊത്ത് മാത്രമായിരുന്നു എൻ്റെ ജീവിതം. ആയിരക്കണക്കിന് കുട്ടികൾ. അവർക്ക് ഞാൻ പുസ്തകക്കടലാസുകൾ വായിച്ചു കൊടുക്കുന്ന വെറുമൊരു സാറ് മാത്രമായിരുന്നില്ല. നമ്മുടെ DYSP അരുൺകുമാർ കോളേജിലെ ഏറ്റവും വലിയ റൗഡിയായിരുന്നു. എൻ്റെ സ്റ്റുഡൻറ്റ്. ഇന്ന് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രഗത്ഭനും അനേകം അഴിയാക്കുരുക്ക് കേസുകൾ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളവനാണ്. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ സാറന്മാരെക്കാൾ മറ്റാർക്കും സാധിക്കില്ല.
ഓ, ഞങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ. ഞാൻ ഈ രാവും പകലും കിടന്ന് ഓടുന്നതും കഷ്ടപ്പെടുന്നതും ആർക്ക് വേണ്ടിയാ? അവളല്ലാതെ പിന്നെ ആരാ ഞങ്ങൾക്കുള്ളത്? എടാ, കുറച്ച് പണം കൂട്ടി വെച്ച് അത് ചുട്ടുപുഴങ്ങി ആ പെങ്കൊച്ചിന് കൊടുക്ക്. നല്ല സന്തോഷമായിരിക്കും അവൾക്ക്. നാട് നന്നാക്കാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും എല്ലാവർക്കും എളുപ്പമാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി മാത്രമല്ല, എല്ലാം വീട്ടിൽ നിന്നാണ് തുടക്കം. അപ്പച്ചൻ എന്താ ഒരുമാതിരി കൊള്ളുന്ന പോലെ പറയുന്നേ? ആ, കൊണ്ടെന്ന് തോന്നിയാൽ നന്ന്. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അവരത് കിട്ടുന്നിടം അന്വേഷിച്ച് പോകും. സ്നേഹം, കരുതൽ, സമാധാനം, സന്തോഷം ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അതോർത്താ നന്ന്. പഴയ കാലമല്ല ഇത്. ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരട്ടെ. അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. മതിയായില്ലേ? മറ്റുള്ളവർ ചെയ്യുന്നതിനും ഞാൻ തന്നെ കേൾക്കണം. എന്ത്? ആര് തന്നെ കേൾക്കണം? അപ്പൊ എന്നെ പറഞ്ഞതൊന്നും കണക്കില്ലല്ലേ? നിങ്ങൾ അങ്ങേരുടെ മകനാ. ഞാൻ ഇവിടെ വന്ന് കയറിയതാ. എന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ എനിക്കിച്ചിരി കൊള്ളും. ഓ, അത് ശരി. അപ്പോൾ ഉള്ളത് മുഴുവനും ഞാൻ എടുത്തോണമെന്ന് അല്ലേ? അവളുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, കരുതുന്നില്ല. ഹോ, എപ്പോഴും ഇത് തന്നെ പല്ലവി. അത് ശരിയല്ലേ? എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയി എത്ര തിരക്കുണ്ടെന്ന് നിനക്കറിയില്ലേ? അത് കളഞ്ഞു നടന്നാൽ ഇവിടെ കഞ്ഞിക്കുള്ള വക ആരുണ്ടാക്കും? അപ്പച്ചൻ പിന്നെ ഉപദേശിക്കാൻ നല്ല മെടുക്ക. ബാക്കിയുള്ളവന്റെ കഷ്ടപ്പാട് ആരറിയാൻ? നിനക്ക് കുറെ കൂടി അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. ഓ, അതെങ്ങനാ? ഞാനൊന്നും പറയുന്നില്ലേ? ഓ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ആയല്ലേ, കുഞ്ഞു വാവയെ നോക്കാൻ. നിങ്ങൾക്ക് പാർട്ടിക്ക് ബോംബെക്കും ബാംഗ്ലൂർക്കും ഒക്കെ പോകാം. ഞാൻ വല്ലപ്പോഴും ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ ഒന്ന് പുറത്തു പോയാൽ അതെല്ലാവർക്കും വിമ്മിത്തം. നിനക്ക് പിന്നെ എന്നും ശ്വാസം മുട്ടലല്ലേ ഉള്ളൂ. എന്നാടി നീ വീട്ടിലിരിക്കുന്നത്? എന്നും മഹിളാ മണ്ഡൽ, ധ്യാനം, കൺവെൻഷൻ, കിറ്റി പാർട്ടി. വേണ്ട വേണ്ട, ഒന്നും എന്നോട് പറയണ്ട. ഓ, പറയുന്നില്ലേ? പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും. എന്തോ നാടി ഇത്ര കൂടുതൽ പറയാൻ? പറഞ്ഞി, ഞാനൊന്ന് കേൾക്കട്ടെ. ഓ മൈ ഗോഡ്, കാന്റ് യു സ്റ്റോപ്പ് ഇറ്റ് മമ്മി? ഓ, മതിയായി, മടുത്തു എനിക്ക്. ഞാൻ വന്നതിലല്ലേ നിങ്ങൾക്ക് പ്രശ്നം? ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. എങ്കിൽ പിന്നെ സമാധാനം ആവുമല്ലേ എല്ലാവർക്കും? ഞാൻ എന്നാടി നിന്റെ കാര്യം നോക്കാതിരുന്നിട്ടുള്ളത്? അപ്പച്ചനോട് അവൾ എന്തൊക്കെയോ ഉരുട്ടി കയറ്റിയിട്ടുണ്ട്. ഒരപ്പച്ചനും പുന്നാര മോളും. നീ മാത്രമല്ലല്ലോ ലോകത്ത് പെങ്കൊച്ചായിട്ടുള്ളത്. ലോകത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ പേരൻസ് ആയിട്ടുള്ളത്. എടി അധിക പ്രസംഗി, ഒരെണ്ണം ഇട്ട് തന്നാലുണ്ടല്ലോ. ആനി, നിന്റെ തലയ്ക്ക് എന്താ ഭ്രാന്ത് ഇളകിയോ? അതെ, ഭ്രാന്തിളകി. അല്ല, നിങ്ങളൊക്കെ കൂടി ഭ്രാന്ത് ഇളക്കി. അവിടെ അഹങ്കാരം കണ്ടില്ലേ? അവളെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, അവളുടെ മുന്നിൽ വെച്ച് ഈ ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട വേണ്ടാന്ന്. വല്ലപ്പോഴും ആ കൊച്ചു വീട്ടിലൊന്ന് വരുമ്പോഴാണ്. അത് കൊള്ളാം. ആരാ തുടങ്ങിയത്? ആനി, ഇനി അതിന്റെ പേരിൽ വേറൊരു തർക്കം വേണ്ട. നിർത്ത്. കാര്യം പറയുമ്പോ എല്ലാവർക്കും നോവും. ഇവിടെ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞാനാ വേണ്ടാത്തത് പറഞ്ഞത്? എല്ലാവരും അവനവന്റെ ഭാഗം ന്യായീകരിക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തും. അതാ ഇവിടെ എപ്പോഴും നടക്കുന്നത്. മോളെ, നീ എന്ത് ഭാവിച്ചാണ് ഈ കാണിക്കുന്നത്? അകത്തു പോ. ഇല്ല പപ്പ, എനിക്ക് മടുത്തു. എന്നെ വിട്. എനിക്ക് അല്പം സമാധാനം വേണം. അതിന് കോളേജ് തന്നെയാ നല്ലത്. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്കെല്ലാം പരിഹരിക്കാം. പരിഹരിക്കാൻ എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ ഇവിടെ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് തീർത്താൽ മതി. മോളെ, അപ്പച്ചൻ വരുമ്പോ ഞങ്ങൾ എന്ത് പറയും? ആ പാവത്തിനോർത്തെങ്കിലും. നിനക്ക് എന്തൊക്കെ മേടിക്കാൻ വെളിയിൽ പോയിരിക്കുക അപ്പച്ചൻ. നിങ്ങളെക്കാൾ ഏറെ അപ്പച്ചനെ എന്നെ അറിയാം. അതോർത്താനും വിഷമിക്കണ്ട. മോളെ, മോളെ നിക്ക്. പപ്പയാ പറയുന്നത്, നിൽക്കാൻ. തൃപ്തിയായല്ലോ നിനക്ക്?
പിള്ളച്ച ആ മറ്റേ ചെറുക്കനെ വിളിക്ക്. ശരി സാർ. എന്താ നിന്റെ പേര്? റൂഡി. റൂഡി? നീ ആരാടാ? മൈക്കിൾ ജാക്സണോ? ഇങ്ങോട്ട് മാറിയിക്കടാ. എല്ലാ തെളിവുകളും നിനക്കെതിരെയാണ്. സകല പ്രൂഫും ദേ എന്റെ കയ്യിലുണ്ട്. ഇനി പറ, എന്തിനാണ് ആ പാവം കൊച്ചിനെ കൊന്നത്? എങ്ങനെയാണ്ട നീ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ. നീ കൊന്നിട്ടില്ല അല്ലേ? പിന്നെ ആരാ കൊന്നത്? ആരെ കൊണ്ട് അവളെ നീ കൊല്ലിച്ചത്? നിന്റെ ഭീഷണികൾ മുഴുവനും ഇതിലുണ്ട്. സാറേ സത്യമായിട്ട് പറയാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അവള് മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നീ അവിടെ ചെന്നതും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും കണ്ടവരുണ്ട്. നിനക്ക് എന്തിനായിരുന്നു അവളുടെ പണം? പറ, ഉരുണ്ട് കളിക്കരുത്. എല്ലാം മനസ്സിലാക്കിയിട്ടാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. ഇനി ആ സംഭവം അങ്ങോട്ട് വിവരിച്ചാൽ മതി കേട്ടാ. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. സാറേ എനിക്കതിൽ ഒരു പങ്കുമില്ല. ദേ, നീ നല്ല പിള്ള ചമയരുത്. എന്തിനാ നീ പണം ആവശ്യപ്പെട്ടത്? അത് എനിക്കൊരു അത്യാവശ്യം. ഒരു പണിയും ചെയ്യാതെ കറങ്ങി നടക്കുന്ന നിനക്ക് എന്തിനാണ് 50,000 ഉലുവ? നിന്റെ തന്തെന്ത് ചെയ്യുക? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോ അച്ഛൻ? അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ചെറുതായിരിക്കുമ്പോ തന്നെ. ഓ, നല്ല പാരമ്പര്യം. അമ്മ എന്തെടുക്കുന്നു? വീട്ടുജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഈ കഞ്ചാവ് ബിസിനസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? സാറേ ബിസിനസ് ഒന്നും ഇല്ല സാറേ, വല്ലപ്പോഴും വലിക്കും, അത്രേ ഉള്ളൂ. കൊള്ളാം, വല്ലപ്പോഴും. നല്ല പയ്യൻ. പറയടാ നായെ, അവൾ എന്തിനാ കൊന്ന നീ? അയ്യോ സാറേ, ഞാൻ പറയാം, എല്ലാം പറയാം. യെസ് സർ, എല്ലാം മുന്നോട്ട് പോകുന്നു സാർ. ആളെ കിട്ടി എന്ന് പറയാം സർ. ഓ, DNA ടെസ്റ്റ് റിസൾട്ട് വന്നോ? ഓ, വെരി ഗുഡ്. താങ്ക് യു സർ. എത്ര മണിക്ക് സർ? ഞാൻ എത്തിക്കൊള്ളാം സാർ. ഓ, 11 DSP സാർ വിളിച്ചിരിക്കുന്നു. പിള്ളേച്ച, ഇവനെ പിടിച്ചകത്തിട്ടേക്ക്. ഇരിക്കൂ സാർ. എന്തെങ്കിലും ഏതാണ്ട് ആയി എന്ന് പറയാം. ഇത്ര പെട്ടെന്നോ? ചില കേസുകൾ അങ്ങനെയാ സാറേ. ഉദ്ദേശിക്കുന്ന സമയത്തോ ഉദ്ദേശിക്കുന്ന പോലെയോ ആയിരിക്കില്ല. എന്നാലും ആ പാവത്തിന് ഇങ്ങനെ ഒരു ഗതികേട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സമയം എത്രയായോ? ഡോക്ടറെ ഒന്ന് കാണണം. സാറ് വാച്ച് കെട്ടിയില്ലേ ഇന്ന്? വാച്ചില്ലാതെ സാറിനെ ഒരിക്കലും കണ്ടിട്ടില്ല. വാച്ച് എടുക്കാൻ മറന്നു. സാറൊന്ന് നിന്നേ. സാർ വാച്ച് മറന്നുപോയതാണോ അതോ നന്നാക്കാൻ കൊടുത്തതാണോ? മറന്ന് നന്നാക്കാൻ കൊടുത്തതാ. സാറേ, ഇതല്ലേ സാറിന്റെ വാച്ച്? അതെയല്ലോ. ഇതല്ലേ പൊട്ടിയ ചില്ല്? അതെ. സാറിന്റെ വാച്ചിന്റെ ചില്ല് എങ്ങനെയാ പൊട്ടിയത്? സർ, ഐ ആം റിയലി സോറി. തെളിവുകളൊക്കെ സാറിനെതിരാണ്. 9 മണിക്ക് വന്ന മോർണിംഗ് സ്റ്റാർ ബസ്സിൽ സാർ കയറിയതിന്റെ തെളിവ്, ബസ്സിൽ നിന്നിറങ്ങി ഓറിയന്റ് വാച്ച് കടയിൽ കയറി, പിന്നെ വേലക്കാരിയുടെ മൊഴി, ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ സാർ? സംഭവവുമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞ സമയങ്ങൾ ഒന്നും മാച്ച് ആവുന്നില്ല. പല കാര്യങ്ങളും സാർ മനഃപൂർവ്വം ഒളിപ്പിച്ചു ഇല്ലേ? ശങ്കർ, പ്ലീസ്. റിലാക്സ്, റിലാക്സ്. സർ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഇവിടുത്തെ SHO. നിയമങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ പോകണം. എല്ലാ തെളിവുകളും സാറിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. റീത്ത മോൾക്ക് മരണം സംഭവിക്കുമ്പോൾ അവിടെ സാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിന് വ്യക്തമായ എല്ലാ തെളിവുകളും ശാസ്ത്രീയമായി തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി പറയൂ സാർ, എന്താണ് സംഭവിച്ചത്?
സർ, എന്തിനത് ചെയ്തു പറയൂ. പിള്ളച്ച, ഇദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കൂ. പറ സർ, എന്താണ് സംഭവിച്ചത്? 2 ആഴ്ച കഴിഞ്ഞ് അന്ന് വൈകിട്ട് അവള് വന്നു. അവളുടെ പേരൻസ് ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. അവരെവിടെ പോയി? ചെന്നൈയിൽ ഒരു ബന്ധുവിന്റെ മോളുടെ വിവാഹ നിശ്ചയത്തിന് പോയതായിരുന്നു. അവരില്ല എന്ന് അവൾക്കറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഞാൻ പറയാം, എല്ലാം പറയാം. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക്, ഞാൻ ശരിയാക്കാം. എന്താ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണോ? വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട. കൂടി വന്നാൽ നീ എന്നെ അങ്ങ് കൊല്ലുമായിരിക്കും. ഞാൻ അതിന് റെഡിയാണ്. എന്തായാലും ഇത്രയായി. മോളെ, എന്താ ഇത്? നീ ഇതുവരെ ഒന്നും കഴിച്ചില്ല, ഒരു കട്ടൻ കാപ്പി പോലും. എന്താ മോളെ, നിന്റെ ഉഷാറും ചുണയും ഒക്കെ എവിടെ പോയി? എന്നോട് പറ, എന്താണ് നീ ഇങ്ങനെ? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? കോളേജിൽ, ഹോസ്റ്റലിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി എന്തെങ്കിലും? എനിക്ക് ഒരു കുഴപ്പവുമില്ല അപ്പച്ച. എന്റെ മോളെ, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതാണോ? നിന്റെ ശ്വാസം ഒന്ന് മാറിയാൽ അത് ഈ അപ്പച്ചന് മറ്റാരെക്കാളും ആദ്യം മനസ്സിലാകും. നീ എന്നിൽ നിന്ന് ഒന്ന് ഒളിക്കാൻ ശ്രമിക്കരുത്. നീ പറ മോളെ, എന്നെ ഇങ്ങനെ തീ തീറ്റാതെ നീ. ഞാൻ പറയാം അപ്പച്ച, പറയാം. എനിക്ക് കുറെ കാശിന് അത്യാവശ്യമുണ്ട് അപ്പച്ച. കാശോ? അതാണോ ഇത്ര കാര്യം? മോൾക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ? അല്ല, ഇപ്പോൾ എന്താ പെട്ടെന്നൊരാവശ്യം? കോളേജ് ഫീസ്, ഹോസ്റ്റൽ ഫീസ് ഒക്കെ അടച്ചതല്ലേ മോളെ? തെളിച്ച് പറ മോളെ. അതല്ല അപ്പച്ച, എനിക്ക് വേറൊരു ആവശ്യമുണ്ട്. എന്താവശ്യം? പപ്പയോട് നീ പറഞ്ഞില്ലേ? ഇല്ല, പപ്പയോട് പറയാൻ പറ്റില്ല. എന്താ മോളെ നീ പറയുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അപ്പച്ച, ഞാൻ വലിയൊരു ട്രാപ്പിൽ പെട്ടപ്പച്ച. മോളെ, നീ എന്താണ് ഈ പറയുന്നത്? ശരിയാണ് അപ്പച്ച, ഞാൻ പെട്ടുപോയി. മോളെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റാതിരിക്കാനാണ് ഞാൻ പൈസ ചോദിച്ചത്. എത്ര രൂപ? 50,000. മോളെ, 50,000ഓ? അതെ. നിന്റെ മമ്മിക്ക് ഇതറിയാവോ? ഇല്ല, അപ്പച്ചന് മാത്രമേ ഇതറിയാവൂ. എനിക്കൊന്നും അറിയില്ല മോളെ. ഏതായാലും പപ്പ വരട്ടെ. ഇല്ല, എനിക്ക് അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്താവശ്യമാ എന്റെ മോളെ? അതൊന്നും എനിക്കിപ്പൊ പറയാൻ പറ്റില്ല, പിന്നീട് പറയാം. അപ്പച്ചൻ എനിക്ക് കാശ് തരുമോ? ഞാനോ? ഞാൻ തരില്ല. ഒരു തക്കതായ കാരണമില്ലാതെ നിനക്ക് ഞാൻ എങ്ങനെ പൈസ തരും? എങ്കിൽ ഞാൻ അലമാരിന്ന് പപ്പയുടെ കാശ് എടുത്തോളാം. മോളെ, എന്ത് ഭാവിച്ചാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്നത് തന്നെ. ഞാൻ നിന്റെ പപ്പയെ വിളിക്കാൻ പോവുക. അപ്പച്ച വിളിക്കരുത്, വിളിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അപ്പച്ച വേണ്ട. പറയുന്ന കേക്ക് മോളെ, ഇതെന്നതാ നീ കാണിക്കുന്നത്? എന്താ മോളെ പറയുന്ന കേക്ക്? എന്നെ വീട് ഞാൻ എടുക്കും. അവിടെ നിക്കാനാ പറഞ്ഞേ, അവിടെ നിക്ക്. ഇല്ല, ഞാൻ എടുക്കും കാശ്. മോളെ,
മോളെ എന്താ നീ കാണിക്കുന്നത്? വിടപ്പച്ച. അയ്യോ അയ്യോ അമ്മേ. മോളെ മോളെ എഴുന്നേക്ക് മോളെ, എഴുന്നേക്കാൻ. എന്തു പറ്റി മോളെ? മോളെ 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 മോളെ. എങ്കിലും എൻ്റെ അപ്പച്ച ആദ്യമേ തന്നെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് അപ്പച്ചനെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ മോളോ പോയി, അതിനു മേളിൽ ഇനി ഇതും കൂടെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പച്ചൻ അവൾക്ക് വേണ്ടി ജീവിച്ച ആളാണ്, എന്നിട്ടിപ്പം ഇങ്ങനെ ഒരു ദുരന്തം. ആ വെപ്രാളത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവളെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചാൽ മതിയായിരുന്നു. അതെ, അവർ വന്നു. ഇരിക്കും സാർ. സാർ ഇരിക്കെ. അരുൺ, എനിക്ക് പറ്റിയ ഒരു അബദ്ധം. അത് മനഃപൂർവ്വമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? പ്ലീസ്. സാർ, അപ്പച്ചനെ ഞങ്ങളെപ്പോലെ തന്നെ അറിയാവുന്ന ആളായതുകൊണ്ട് പറയൂ, ഈ ഒരു വിഷമഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക. സമൂഹത്തിൽ ഇത്രയും നിലയും വിലയുമുള്ള ഒരാള്, അങ്ങേരുടെ കുടുംബവും വേണ്ടപ്പെട്ടവരും എല്ലാം ഇതിന്റെ കെടുതികൾ അനുഭവിക്കണ്ടേ? അങ്ങനെ ചെയ്താൽ ഞാൻ സാറിനോട് തന്നെ ചെയ്യുന്ന അപരാധമാകും. സാർ എന്നോട് ക്ഷമിക്കണം. എന്നെ പഠിപ്പിച്ചു തന്ന പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളെക്കാൾ ഏറെ അങ്ങ് പഠിപ്പിച്ചു തന്ന ജീവിത മൂല്യമായിരുന്നു എന്നെ ഇന്ന് ഈ നിലയിലെത്തിക്കാൻ ഏറെ സഹായിച്ചത്. സാർ, ഇതൊരു കൊലപാതകമല്ല എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. സാറിന് പറ്റിയ ഒരു കയ്യബദ്ധം. പക്ഷേ മരണം നടന്നതിന് ശേഷം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നടപടി പ്രകാരം സാർ ചെയ്യുവാൻ തുനിഞ്ഞില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. IPC 299 304 പ്രകാരം കൾപ്പബിൾ ഹോമിസൈഡ് കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, 203 ഇന്റൻഷണൽ ഒമിഷൻ ടു ഗീവ് ഇൻഫർമേഷൻ. ഇത് പ്രകാരം ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ഐ ആം റിയലി സോറി സർ. സാറിനെ കസ്റ്റഡിയിൽ എടുക്കുവാനാണ് ഞങ്ങൾ വന്നത്. ഇന്ന് 24-ാം തീയതി ഞങ്ങളുടെ റീയൂണിയൻ ദിവസമായിരുന്നു. സാറ് ചീഫ് ഗസ്റ്റായി വരേണ്ട ദിവസം. റീത്തമ്മളുടെ പാട്ടും വെച്ചിരുന്നു. ഈ ദിവസം തന്നെ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഒത്തിരി ഖേദമുണ്ട്. ഐ എം റിയലി സോറി സർ. ഹൈക്കോർട്ടിലെ ടോപ്പ് ലോയർ പ്രതാപ് മേനോനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാറ് വിഷമിക്കേണ്ട. അങ്ങോര് സാറിന് ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളും. അപ്പച്ച, എന്റെ പൊന്നു മോളെ.